ഹലോ എവ്രി വൺ, വെൽക്കം ടു സൺഡേസ് കോർണർ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ലെഹങ്ക സ്കേർട്ടാണ്. ഈ സ്കേർട്ട് ഞാൻ രണ്ട് രീതിയിൽ തയ്ച്ചിട്ടുണ്ട്. ഒന്ന് സെമി സർക്കുലർ സ്കേർട്ടായിട്ടും ഒന്ന് ഗാദേർഡ് സ്കേർട്ടായിട്ടുമാണ്. അപ്പോൾ രണ്ടിൻ്റെ മെത്തേഡ് ഞാനിതിൽ കാണിക്കുന്നുണ്ട്. രണ്ടിൻ്റെ സ്റ്റിച്ചിങ് മെത്തേഡ് സെയിം തന്നെയാണ്, കട്ടിങ്ങിലെ ഡിഫറൻസ് വരുന്നുള്ളൂ. അപ്പോൾ രണ്ടും എങ്ങനെ കട്ട് ചെയ്യുന്നതെന്നുള്ളത് ഇതിൽ കാണിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് സെമി സർക്കുലർ സ്കേർട്ട് കട്ട് ചെയ്യാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഡബിൾ ഫോൾഡ് ചെയ്ത് ഫാബ്രിക് എടുക്കുക. എന്നിട്ട് അതിനെ ഡയഗണലി ഫോൾഡ് ചെയ്യുക. എന്നുവെച്ചാൽ നമുക്കതിൻ്റെ ഒരു സൈഡിൽ ഇപ്പോൾ ഈ കാണിക്കുന്നത് പോലെ ഒരു സൈഡിൽ നമ്മുടെ വേസ്റ്റ് മാർക്ക് ചെയ്യുക. വേസ്റ്റിൻ്റെ ഇതിപ്പോൾ 4 ഫോൾഡാണ് വരിക. നമ്മൾ ആദ്യത്തെ 2 ഫോൾഡ് പിന്നെ ഡയഗണലിയും കൂടി ആകുമ്പോൾ 4 ഫോൾഡ് വരും ടോട്ടൽ. അപ്പോൾ നമ്മുടെ വേസ്റ്റിൻ്റെ 4-1 എടുത്തിട്ട് അതവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് 30 ആണ് എൻ്റെ വേസ്റ്റ്. സോ 7.5 ആണ് എൻ്റെ വേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതവിടെ മാർക്ക് ചെയ്യുക. പിന്നെ ആ വേസ്റ്റിൽ നിന്ന് താഴേക്ക് നമ്മുടെ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് വേസ്റ്റ് ബാൻഡ് ഒരു 1.5 ഇഞ്ചിൽ വേസ്റ്റ് ബാൻഡ് വരുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു മെഷർമെൻറ്റ് നമുക്കിതിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് ഉള്ള മെഷർമെൻറ്റാണ് നമ്മൾ ഫുൾ ലെങ്ത്തായിട്ട് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് 42 ആണ് ഫുൾ ലെങ്ത്ത്. 42 നിന്ന് 1.5 ഇഞ്ച് മൈനസ് ചെയ്തിട്ടുള്ള ലെങ്ത്താണ് ഞാനിപ്പോൾ ഇതിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് അങ്ങനെ റൗണ്ടിൽ മേളത്തെ വേസ്റ്റിൽ നിന്ന് താഴോട്ട് റൗണ്ടിൽ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പം നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തിക്കായിട്ടുള്ള ഫാബ്രിക് ഒക്കെ ആണെങ്കിൽ നമുക്കത് വെച്ചിട്ട് അംബ്രല്ല സ്കേർട്ട് തയ്ക്കുന്നതായിരിക്കും നല്ലത്. അല്ല അതിപ്പോൾ ഗാദേഴ്സ് ഇട്ടിട്ട് തയ്ക്കുമ്പോൾ കുറച്ച് ബൾജി ആയിപ്പോവും. അപ്പോൾ മെറ്റീരിയൽ ഏതാണെന്ന് നോക്കിയിട്ട് ഏത് ടൈപ്പ് ഓഫ് സ്കേർട്ടാണെന്ന് ഡിസൈഡ് ചെയ്തായിരിക്കും നന്നായിരിക്കുക. അപ്പോൾ തിന്നായിട്ടുള്ള ഫാബ്രിക് ഒക്കെ ആണെങ്കിൽ ഗാദേഴ്സ് ഇട്ടിട്ട് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. അതാകുമ്പോൾ വേസ്റ്റിൽ നല്ല ഒതുങ്ങി കിടന്നോളും. അപ്പോൾ ഇനി നമുക്കതിൻ്റെ ലൈനിങ് കട്ട് ചെയ്യാം. അപ്പോൾ ലൈനിങ് ഒക്കെ രണ്ടിനും സെയിം പോലെ തന്നെയാണ് കേട്ടോ. ലൈനിങ് ഇതേപോലെ തന്നെ അംബ്രല്ല സെമി സർക്കുലറായിട്ടാണ് ലൈനിങ് കട്ട് ചെയ്യുന്നത്. അത് നമ്മൾ ആദ്യം ഈ സ്കേർട്ടിൻ്റെ ചെയ്തതുപോലെ തന്നെ മേളിൽ വേസ്റ്റിൻ്റെ 4-1 മാർക്ക് ചെയ്യുക. താഴേക്ക് അതിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മൾ ആദ്യം സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തെടുത്ത പോലെ തന്നെ അതിൻ്റെ ലൈനിങ് കട്ട് ചെയ്തെടുക്കുക. ഇത് രണ്ട് സ്കേർട്ടിനും ഈ സെയിം പോലെ തന്നെ ചെയ്താൽ മതി. ഗാദേർഡ് സ്കേർട്ടിനും ലൈനിങ് ഗാദേർഡായിട്ട് ഇടരുത്. അപ്പോൾ ലൈനിങ് അങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് കൂടുതൽ ബൾജി ആയിപ്പോവും. അപ്പോൾ ലൈനിങ് ഏത് സ്കേർട്ടിൻ്റെ ആണെങ്കിലും ഇങ്ങനെ അംബ്രല്ല കട്ടിൽ തന്നെ കട്ട് ചെയ്ത് വെച്ച് ഇടുക. അതാകുമ്പോൾ നല്ല പതുങ്ങിയിരുന്നുള്ളൂ. മീൻസ് ഒട്ടും ബൾജി ആകത്തില്ല. ഒറ്റ ലെയറല്ലേ ഉള്ളൂ. ഈ ഗാദേഴ്സ് ആകുമ്പോഴത്തേക്ക് ഒരുപാട് ഇങ്ങനെ ചെറിയ ചെറിയ ഗാദേഴ്സ് വരുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടി ബൾജി ആയിപ്പോവും. അതുകൊണ്ട് അങ്ങനെ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് പ്ലീറ്റ്, അതായത് ഗാദേർഡ് സ്കേർട്ടാണ്. ഗാദേർഡ് സ്കേർട്ടിന് ചെയ്യാനുള്ളത് ഞാൻ 3 മീറ്ററാണ് ഫാബ്രിക് വാങ്ങിച്ചിട്ടുള്ളത്. ആ 3 മീറ്ററിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഫുള്ള് ചെറിയ ചെറിയ ഗാദേഴ്സ് എടുത്തിടുക. താഴത്തെ ഭാഗം നമ്മൾ ഓവർലോക്കും ചെയ്തിടുക. എത്രയാണോ നമ്മുടെ വേസ്റ്റ് വേണ്ടത്, വേസ്റ്റ് 30 ആണ്. അപ്പോൾ ആ 30 ഇഞ്ച് നീളത്തിലും ഫുൾ ഗാദേഴ്സ് എടുത്ത് ഇടുകയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ വേസ്റ്റ് ബാൻഡ് ചെയ്യാനായിട്ട് ഞാനിതിൻ്റെ മേൽഭാഗത്ത് മാത്രം നമ്മുടെ ബ്ലൗസിൻ്റെ ഫാബ്രിക്കാണ് വെക്കുന്നത്. മടക്കി വരുന്ന ആ ഭാഗത്തേക്ക് നോർമൽ നമ്മുടെ സ്കേർട്ട് ഫാബ്രിക് തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ അത് തമ്മിൽ ജോയിൻ ചെയ്ത് വെച്ച് സൈഡ് ഫ്രണ്ടും ബാക്കും കൂടിയുള്ള ബാക്കും ആ സൈഡ് എത്ര നമ്മുടെ 30 ഇഞ്ചാണല്ലോ വേണ്ടത്. അപ്പോൾ 30 ഇഞ്ച് നീളത്തിൽ ഈ ഒരു വേസ്റ്റ് ബാൻഡ് നമുക്കിങ്ങനെ തയ്യാറാക്കി എടുക്കാം. പിന്നെ നമുക്കതിനൊരു ലൈനിങ് വേണം. അപ്പോൾ ആ ലൈനിങ്ങിലോട്ട് അതിപ്പം 4 ഇഞ്ചിലാണ് നമ്മുടെ വേസ്റ്റ് ബാൻഡ് ഉള്ളത് വിഡ്ത്ത്. അപ്പം 4 ഇഞ്ച് വിഡ്ത്തിലുള്ള ഒരു ലൈനിങ് എടുത്ത് അതിലോട്ട് നമുക്കിതൊന്ന്, അതായത് റൈറ്റ് സൈഡ് നമ്മളെ ഫേസ് ചെയ്യുന്ന പോലെ വെച്ച് ജസ്റ്റ് അതിൻ്റെ മേളിൽ കൂടെ അതൊന്ന് ഫിക്സ് ആയിരിക്കാൻ വേണ്ടിയിട്ട്, ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഫിക്സ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ചു. അതിന് ശേഷം നമ്മളിത് സ്കേർട്ടിലേക്ക് അറ്റാച്ച് ചെയ്യാം. ഇതിപ്പോൾ ഞാനിപ്പോൾ ഗാദേർഡ് സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് മെത്തേഡാണ് ഇതിൽ കാണിക്കുന്നത്. ഈ സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മുടെ സർക്കുലർ സ്കേർട്ടിൻ്റെയും ചെയ്യേണ്ടത്. ഇതേപോലെ നമ്മുടെ ആ വേസ്റ്റിൻ്റെ പാർട്ടിൽ ഫസ്റ്റ് നമ്മുടെ റൈറ്റ് സൈഡിലാണ് ഇപ്പോൾ ഇത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് അതിനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്ത് അത് ഒരു സൈഡിൽ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡാണ് ഇപ്പോൾ ഈ കാണുന്നത്. മേൽഭാഗത്തേക്ക് ആ ബ്ലൗസിൻ്റെ ഫാബ്രിക് കാണുന്നത് പോലെ വേണം അത് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ റോങ് സൈഡ് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ലൈനിങ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇതിനൊന്നും കൂടി വേസ്റ്റ് താഴത്ത് തന്നെ ഇട്ടിട്ട് നമ്മൾ ആ വേസ്റ്റ് ബാൻഡ് പിടിപ്പിച്ചതുപോലെ തന്നെ മടക്കി വെച്ച് വേസ്റ്റ് ബാൻഡ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മടക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതേപോലെ മടക്കി വെച്ച് ഈ നമ്മുടെ ലൈനിങ്ങും കൂടെ അതിലോട്ട് റണ്ണിങ് സ്റ്റിച്ച് ഇട്ടേച്ച് നമുക്ക് അതിലോട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ വെച്ച് ഒരു റണ്ണിങ് സ്റ്റിച്ച് ഇതിലേക്ക് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ലൈനിങ്ങും അതിലോട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വേസ്റ്റ് ബാൻഡിനെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് കറക്റ്റ് സെൻറ്റർ കണക്കാക്കി ഫോൾഡ് ചെയ്ത് വെച്ചാൽ താഴ്ഭാഗത്ത് മാത്രമേ ചെറിയൊരു ഫോൾഡും കൂടി കൊടുത്തിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ വേസ്റ്റ് ബാൻഡ് കിട്ടിയിട്ടുള്ളത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ സൈഡിലൊരു ഇൻവിസിബിൾ സിപ്പറാണ് നമ്മൾ കൊടുക്കുന്നത്.
സൈഡിലൊരു ഇൻവിസിബിൾ സിപ്പർ കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ സൈഡ് സീം ഇപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് ഫിനിഷായി കിട്ടും. ഇപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ വേസ്റ്റ് ബാൻഡ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ആ സൈഡിലുള്ള ആ സൈഡ് സീമും കൂടി നമുക്ക് ഈ സിബിൻ്റെ താഴേക്കുള്ള ഭാഗം ഇപ്പോൾ ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ സൈഡ് കൂടെ നമുക്ക് ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്തെടുക്കാം. രണ്ടും കൂടി ഒരുമിച്ച് ജോയിൻ ചെയ്യേണ്ട, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഫസ്റ്റ് നമ്മുടെ മെയിൻ ഫാബ്രിക് സ്റ്റിച്ച് ചെയ്യുക താഴെ വരെ, അതിനുശേഷം നമ്മുടെ ലൈനിങ്ങും ഇതേപോലെ ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ സ്കേർട്ട് എന്ന് പറയുന്നത്. ഭയങ്കര ഈസിയാണ്, ഒരുപാട് സ്റ്റെപ്സ് ഒന്നുമില്ല, ബിഗിനേഴ്സിനൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാം. നമുക്കിതിനൊരു ഷോളുണ്ട്. ഷോള് ഞാൻ 2.25 മീറ്റർ നെറ്റ് ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത്. അതായത് 2 സൈഡിലും ഒരു ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അത്ര മാത്രമേ അതിൽ ചെയ്തിട്ടുള്ളൂ. ഇതിലത്തെ ഹാഫ് ഷോൾഡർ ടോപ്പിൻ്റെ വീഡിയോയും ഈ എൽബോ സ്ലീവ് ടോപ്പിൻ്റെ വീഡിയോയും ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.